ഹലോ ഹലോ അനീഷേ. ഹലോ. ഉം ആ, അതൊന്നും ഒരു ഉണർവില്ലാത്ത പോലെ. ഉണർവില്ലാണ്ടൊന്നുമില്ല. നേരത്തെ എല്ലാം കഴിഞ്ഞിട്ട് വന്നില്ലേ ഉള്ളൂ. ഉം. ഉം. അല്ല, നീ ഇന്ന് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലേ? എന്നാ പറ്റിയേ? അല്ല, നിനക്ക് അന്നേത്തെ ആവേശമൊന്നും കണ്ടില്ലല്ലോ ഇന്ന്. അങ്ങനെ ആവേശം ഇല്ലാണ്ടൊന്നുമില്ലല്ലോ. ആന്നാ എ- എന്തോ ഒരു കുറവുണ്ട്. ആന്നാ അനുവിന് കുറവായിട്ട് തോന്നിയിന്. എനക്ക് അല്ല അന്നേത്തെ പോലത്തെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ അനു പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ അല്ലേ ചെയ്യുന്നു. അതൊന്നുമല്ല. ഉം. ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്തോ ഒരു എന്റെ മനസ്സിനൊരു സുഖമില്ലാതെ തോന്നിയിട്ടുണ്ടല്ലേ. അങ്ങനെയൊന്നുമില്ല അനു. അതനു എന്നാ ദിവസം എനിക്ക് അതനു ദിവസം ഇടുന്ന ഡ്രസ്സ് അല്ലാതെ ഉണ്ടായിരിക്കും ചിലപ്പോ. ഉം. അനു ഇന്നൊരു എന്നാ മഞ്ഞ പോലത്തെ അല്ലേ ഇട്ടിന്. എപ്പോ? ഇന്നിട്ടത് മഞ്ഞ പോലത്തെ ഡ്രസ്സല്ലേ, മറ്റേ സാധാരണ ഒരു പിങ്ക് അല്ലേ ഇടല്. അത് മഞ്ഞിട്ടെന്നാ? അല്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും എനക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും അല്ല, നിനക്ക് അന്ന് ഞാൻ പറഞ്ഞു ഇവിടെ പണിയും കഴിഞ്ഞ് വന്ന് എനിക്ക് ഇവിടുന്ന് കുളിക്കാ വെളിച്ചെണ്ണയെല്ലാം തേച്ചിട്ട് നിൽക്കാന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ഒന്നും ഒരു ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു. ഇത് വെളിച്ചെണ്ണ തേക്കാ ഞാൻ ആടുന്ന് വെളിച്ചെണ്ണ തേച്ചാല് ശരിയാവൂല തോന്നിയോണ്ടല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ല, ഉം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉം. നിനക്ക് ആ ചെക്ക എൻ്റെ അടുക്ക പഠിക്കാൻ വരുന്നു പറഞ്ഞോണ്ടുള്ള ഇതാ? അതൊന്നുമല്ല, അത് അനുവിന്റെ ഇഷ്ടമല്ലേ. എന്റെ ഇഷ്ടമൊന്നല്ല. ഉം. നിനക്ക് അതിലെന്തോ ഒരു ഇതുണ്ടാ അങ്ങനെ ചേർക്കുന്നേല്? അനക്കതിലൊന്നുമില്ല, അത് അനുവിന്റെ ജോലിയല്ലേ. എന്റെ ജോലിയെല്ലാം തന്നെ. അതുകൊണ്ടൊന്നല്ല. ഇന്ന് അങ്ങനെ തീരെ പോരാണ്ടായി പോയിനാ. ഒട്ടും പോരാ. അനക്ക് നല്ല ഇതിലായിരുന്നല്ലോ. അതേ, നീ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അതെ, പിന്നെ ഇന്ന് അതിനും ശരിക്കൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ലല്ലോ. അന്ന് ദിവസം പറഞ്ഞു തന്നാ നീയല്ല പറഞ്ഞ എനക്കൊന്നും പറഞ്ഞിരുന്നും വേണ്ട, ഞാനെല്ലാം പഠിച്ചിരുന്നല്ലോ. അതെ, പക്ഷേങ്കിൽ അന്നേരം അനുവിന് വേണ്ട രീതിയിൽ ആകുന്നില്ലെങ്കിൽ പിന്നെ അനുവിനോട് പറയണ്ടേ. ശരി. സാധാരണ അനു എനിക്ക് ഞാൻ വിചാരിച്ചു പുതിയതെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാന്നെല്ലാം വിചാരിച്ചു. അപ്പൊ നിന്റെ ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മതി, ഇനി പറയാനും പറ്റില്ല. അനുവിന് പറഞ്ഞു തന്നൂടേനു. പറയേണ്ട ഇതൊന്നും നീ തരുന്നില്ലല്ലോ. ഒരു ഇല്ല, ഞാൻ നോക്കുമ്പോ ഞാൻ വിചാരിച്ച അനുവിന് എന്തോ ഇന്നൊരു മൂഡില്ല എന്നുള്ളൊരു തോന്നുന്നുണ്ടാന്ന്. എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോലെയാന്ന് എനക്കും അനുവിന് തോന്നിയത്. എനിക്ക് ഇൻട്രസ്റ്റ് കുറവൊന്നുമില്ല. പിന്നെ അനു എന്റെ അന്ന് എല്ലാം ഉള്ള പോലത്തെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അല്ല, നിന്റെ ഇത് കണ്ടപ്പോ അനക്കും ഒരു തോന്നി എന്തോ അന്വേഷണം എന്തോ പറ്റിയിട്ടുണ്ട്. അനക്കൊന്നുമില്ലായിരുന്നു. ഞാൻ സാധാരണ ചെയ്തിരുന്നു, എല്ലാം ഇന്ന് ചെയ്തു തന്നിട്ടില്ലേ. പിന്നെ വെളിച്ചെണ്ണ തേച്ചിട്ടില്ല എന്നുള്ളത്. അതെ, അതെല്ലാം പറഞ്ഞ് നീ സമ്മതിച്ചല്ലേ. അതെ, അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അത് എന്നിട്ട് വെളിച്ചെണ്ണ തേച്ച് ഒരു വല്ലാതെ പോലെ ഉണ്ടാവില്ല തേച്ചിട്ടാണ്. അല്ല, ഞാൻ അതിന്റെ എല്ലാം ഒരു ഇതിലുള്ളത് ത്രില്ല് മറ്റേ ആ നീയും തേച്ച് ഒരു നല്ലൊരു അടിപൊളി ഇതാക്കാന്ന് വിളിച്ചു. അപ്പൊ നിനക്ക് ഒരു അതിലൊരു വലിയൊരു ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലേനു. പിന്നെ കാര്യം നടന്നാ പോരേനു. അങ്ങനെ കാര്യം നടന്നാല് വെറുതെ നടന്നിട്ടൊന്നും വേണ്ടേ? വെറുതെ ഒന്നുമല്ലല്ലോ. വെറുതെ തന്നെയാണ്. എനിക്കിപ്പോ ഫോണ് വിളിക്കുന്ന തന്നെ ഒരു ഇഷ്ടമില്ലാത്ത പോലെയുള്ളത്. അങ്ങനെയൊന്നുമില്ല, അത് അനുവിന് തോന്നിയാന്ന്. അനുവിന് ചിലപ്പോ മറ്റേ ആ ചെക്കന്റെ വിചാരിച്ചിട്ടായിരിക്കും എന്നോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ തോന്നിയിട്ടുണ്ടാവും. നിന്നോടാ? ആ, ചെക്കന്റെ വിചാരിച്ചിട്ടൊന്നുമില്ല. നിന്നെ ഞാൻ കുറച്ചല്ല ആയില്ല കാണുന്നു. ഇപ്പൊ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോ എനിക്ക് മനസ്സിലാവൂലേ? അല്ല,
അല്ല ചെക്കൻ പഠിക്കാൻ പറ്റും ചോദിച്ചിട്ടുണ്ട്. അതെ, അത് വന്നോട്ട് ഞാനെന്നാ ചെയ്യാ? അപ്പൊ എനിക്കൊന്നുമില്ല. ആയില്ല, എനക്കെന്നാ? എന്നാ നാളെ വരട്ടേന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഇഷ്ടം പോലെ ചെയ്തോന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ നീ വരാണ്ടായി പോവോ? ഞാൻ വരാണ്ട് നോക്കൂല, അതിന് വിളിച്ചാ ഞാൻ പോകും. നീക്ക് പഠിച്ചിട്ട് ഗൾഫിൽ പോണ്ടല്ലേ? എന്തായാലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഗൾഫിൽ എന്തായാലും പോണ്ടേ. അതുകൊണ്ട് പഠിക്കാൻ വന്നല്ലോ പറ്റും. അല്ല, ഞാൻ വിളിച്ചാ വരുമോന്ന് ഞാൻ ചോദിച്ചു. വിളിച്ചാൽ അങ്ങനെ ഇന്നും വന്നിട്ടില്ല. എന്തോ അങ്ങനെ വന്നിട്ടൊന്നും കാര്യമില്ലേ. അങ്ങനെ വന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആദ്യം നീ എത്തില്ലേ, അതുപോലെ വരണം. അതുപോലെയാ? എന്നെങ്കിലും മാത്രമേ ഇനി ഞാൻ വിളിക്കുള്ളൂ. എന്നിട്ട് ഒന്നും ആയിട്ടില്ല ഇന്ന്? ഇല്ല. എന്നിട്ട് ഞാൻ നോക്കുമ്പോ എല്ലാം ആയിനല്ലോ. അതൊന്നും ഇല്ല, അതങ്ങനെ തോന്നിയതാ എനിക്ക്. എനിക്ക് അങ്ങനെ തോന്നിയതാന്ന്. അനക്ക് തോന്നിയതല്ല, അനുവിന്റെ മോഹലം കണ്ടേരോ എനിക്ക് സാധാരണ ഉള്ള പോലെ തന്നെയാണല്ലോ. ചെറിയ സൗണ്ട് എല്ലാം വന്നല്ലോ. അല്ല, അനക്ക് നിന്നെ തോന്നിയിട്ടില്ലേ? അതുപോലെ ഇരിക്കും. അല്ല, അതെന്തിനാ അങ്ങനെ ആയവരിലാക്കീന്? ഒന്നുമില്ല, എനിക്ക് പിന്നെ വലിയ ഇതൊന്നും കണ്ടില്ല. എന്നാ പിന്നെ ഞാനെങ്കിലും അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു. എന്തിനു? അത് വെറുതെ പറഞ്ഞല്ലേ, ശരിക്കും പറ. ആകാണ്ടുണ്ടേനു? ശരിക്കും. എന്നിട്ട് അങ്ങനെയല്ല, എനക്കാന്നല്ല തോന്നിയത്. എന്തെല്ലോ കാട്ടിക്കൂട്ടി അടക്കി. പിന്നെ അന്നേരം പറയണ്ടേ? അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി. എന്റെ മനസ്സൊന്നും ഇടിയൊന്നുമല്ല. അനുവിന് അത് വെളിച്ചെണ്ണ കുളിക്കാതെ എന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ടേ അതൊന്നുമല്ല. അത് വേറെ ചെയ്താ പോരെ? അത് ഞാൻ പണിക്കൊന്നും പോകാണ്ട് വരുമ്പോ ഒരു അങ്ങനെ ചെയ്താ പോരെ? അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ നീ വന്നിനി. പിന്നെ ഇന്നലെ ചെയ്തിട്ടില്ലല്ലോ, ഇന്ന് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അല്ല, ഞാൻ പറഞ്ഞില്ല, അത് പണിക്ക് പോയിട്ട് അങ്ങനെ മുഷിഞ്ഞ് വരും വെളിച്ചെണ്ണ. എന്താ വെച്ചാല് എന്തോ എനക്ക് മനസ്സിൽ ശരിയാവൂലെന്ന് തോന്നിയതുകൊണ്ടല്ലേ. നീ ആദ്യം സമ്മതിച്ചിട്ടില്ലേ? ആദ്യം സമ്മതിച്ചില്ല. അതിങ്ങനെയാ? അന്നേരം മനസ്സിലായിട്ടില്ല. ആയിക്കോട്ടെ. പിന്നെ എന്തോ അനുവിനെന്തോ ഒരു പ്രശ്നമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ല, അപ്പൊ ഞാൻ ഈ പയ്യന്റെ കാര്യം പറഞ്ഞല്ലോ, നിനക്ക് മടുത്ത്? അങ്ങനല്ല, മടുത്തിട്ടൊന്നുമില്ലല്ലോ. മടുത്തി? അത് അനുവിന് തോന്നിയതല്ല അനീഷേ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഇല്ല, അതിന് ഞാൻ വേറെ ദിവസം വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞെല്ലാം ചെയ്യാം. എന്നാലോ? ഞാൻ ഉറപ്പിക്കുന്നൊന്നുമില്ല, എന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ. അതെങ്ങനെ? ഞാൻ എന്തൊക്കെ ഇങ്ങനെയാണ്? ആദ്യമൊന്നും അങ്ങനെയല്ലേനു. ഞാൻ പണ്ട് അങ്ങേ എറണാകുളത്തുള്ള നാട്ടിലെ കഥ പറഞ്ഞപ്പോഴും നീ ഇങ്ങനെ തന്നെയാണ് കുറച്ചു നാള്. പിന്നെ നന്നായി. ഇപ്പൊ ഈ പയ്യന്റെ കാര്യം പറഞ്ഞാൽ ആദ്യമായി തോന്നിയൊന്നും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നിക്കേടിക്കും പോവാ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വരാം. നീ മറ്റേ ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞിട്ട് കൊറേ ഇതായി കാലായി. പിന്നെ അനുവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനെ പറ്റി. നീ ഇതായിട്ടല്ലേ. എന്നാ പോകാം. ഉറപ്പായിട്ടാ? എപ്പാ പോവാൻ പറ്റുമോ? എനിക്കെപ്പാ സൗകര്യം സൗകര്യം. ശനിയാഴ്ച പോയാലോ? എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം വരാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ച വരണം. എന്തായാലും 2 ദിവസം വേണ്ടേ? അന്നേരം വെളിച്ചെണ്ണെല്ലാം എടുത്തു വന്നാല് എന്താ? നീ ആലോചിച്ചു. അന്നേരം പിന്നെ ഫുള്ള് തന്നെ ആയിരിക്കൂല ഉണ്ടാവും അനുവിന്. ഊട്ടിക്ക് സ്ഥലം കാണാൻ പോകുന്നൊന്നുമല്ലല്ലോ. തലയൊന്നുമില്ല, ഞാൻ കണ്ടത്.
കൂട്ടി പോകുന്നില്ലേ? എന്നാലും ഒരു ദിവസം പറഞ്ഞോ, ഏത് ദിവസം വെച്ചാൽ നേരം പോവാ. ഉറപ്പാണ്? ഏ ആ ആ ഒന്നും ഒരു സുഖമില്ല, അതുകൊണ്ടാ ചോദിച്ചേ. ഞാൻ ഉറപ്പന്നെ അത് പോവാ. ആ സമയമാട്ടെ. ഇത് അതിന് നാളെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ വീട്ടിലേക്ക് വരാം. അതല്ല നിന്റെ ഇഷ്ടം. പകല് വരാം. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാ. താല്പര്യമെല്ലാം ഉണ്ട്. അല്ല, ഇന്നത്തെ പോലെയാണെങ്കിൽ വരണമൊന്നുമില്ല കേട്ടാ. അല്ല, നമുക്ക് ശരിയാക്കാം. എന്നാ ശരി.